ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി അടുത്ത ആഴ്ച വരുന്ന സീൻ എന്നൊക്കെ പറയുന്ന ഭയങ്കര നല്ല രസകരമായ സീനുകളൊക്കെയാണ് കേട്ടോ. നമ്മുടെ സുധീഷിൻ്റെയും അതുപോലെ നമ്മുടെ നിധിയുടെയും ജീവിതത്തിലൊക്കെ ചില ചേഞ്ചുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമേ തന്നെ വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ ഒരു ലൈക്കും കൊടുത്തു, ഇല്ലെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നുപോയല്ലോ നമ്മൾ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതുതായിട്ട് വരുന്ന മുത്തുമണികളൊക്കെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ നികേഷിനെ കാണാനില്ലാഞ്ഞിട്ട് എല്ലാവരും ആകെ ഒരു പരിഭ്രാന്തിയിലാണ് കേട്ടോ. നമ്മുടെ നിധി സുധീഷിനെ അറിയിച്ചു, അതുപോലെ സുഭാഷ് ഇങ്ങോട്ട് വിളിച്ച് സുഭാഷ് വിളിച്ച് ചോദിച്ചപ്പോഴും നിധി പറഞ്ഞു, ഇല്ല സുഭാഷ് ഏട്ടാ ഇതുവരെ എത്തിയിട്ടില്ല, ആകെ ടെൻഷൻ ആവണം, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ നിധി വിഷമിച്ച് പറയുന്നുണ്ടെന്ന്. അപ്പോൾ സുഭാഷ് പറഞ്ഞു, മോളെ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് നോക്കാം, അവൻ വരും എന്ന് പറഞ്ഞു. ഒടുവിൽ ഹരീഷും അറിയാണ് നമ്മുടെ നികേഷ് കോളേജിൽ പോയിട്ട് ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ നമ്മുടെ സുധീഷും സുഭാഷും കൂടെ കാറിൽ തിരക്കണു. അതോടൊപ്പം തന്നെ ഹരീഷ് അവൻ പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ പോയി തിരക്കുന്നുണ്ട്. നിധിക്ക് ആകെ ടെൻഷനായിപ്പോയി, എന്ത് പറ്റിക്കാണും, അവന് മനസ്സിന് അത്രയേറെ പ്രയാസമായിട്ടല്ലേ പോയത്, താങ്ങാൻ പറ്റാതെ. കാരണം അതിന് അത്രയ്ക്ക് പക്വതയുള്ളൊരു മനസ്സല്ലേ അവനുള്ളൂ, ചെറിയ പ്രായമല്ലേ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമോശം ചെയ്യുമോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിന്തിച്ച് ചെയ്താലോ, അങ്ങനെയൊക്കെയുള്ള പല തോന്നലുകളായിട്ടോ. അതേസമയം നമ്മുടെ ഭാസ്കരൻ വീട്ടിൽ വരികയാണ്. അങ്ങനെ ഭാസ്കരനും അറിയുന്നുണ്ട് നികേഷിനെ കാണാനില്ല, അങ്ങനെ എല്ലാവരും തിരക്കുകയാണെന്നുള്ളത്. ഭാസ്കരൻ അതറിഞ്ഞ ഉടനെ തന്നെ ആളങ്ങ് വല്ലാണ്ടാവുകയാണ് കേട്ടോ. എന്നിട്ട് ആ കട്ടിലിൽ അങ്ങനെ കിടക്കുകയാണ്. ചില ഇടയ്ക്ക് എപ്പോഴൊക്കെയോ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. ഭാസ്കരൻ എന്ത് ചെയ്യണമെന്നറിയില്ല, ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഒറ്റയടിക്കാണെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ നിൻ്റെ അമ്മ ഇതല്ല എന്നങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടായി പോയി എന്നുള്ളത് ഭാസ്കരനും ചിന്തിക്കുകയാണ്. അങ്ങനെ സുഭാഷും സുധീഷൊക്കെ എല്ലാ സ്ഥലവും പോയി തിരക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നിധി വിളിക്കുകയാണ്, എന്തായി സുധീഷേ, എന്തെങ്കിലും വിവരം ലഭിച്ചോ? അപ്പോൾ സുഭാഷ് പറഞ്ഞു, ഇല്ല നിധി, ഇതുവരെ എങ്ങും കിട്ടിയിട്ടില്ല. അവൻ്റെ കൂട്ടുകാരെ വീട്ടിലൊക്കെ പോയി, ഫ്രണ്ട്സിൻ്റെ ആരെയും വീട്ടിൽ തന്നെ അവനില്ല. ഒന്ന് രണ്ട് പേരെടുത്ത് തിരക്കിയപ്പോൾ അവൻ ഉച്ചയ്ക്ക് ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് പുറത്ത് പോയെന്നാണ് അറിഞ്ഞത്. ഇനി എങ്ങോട്ട് പോയി എന്നൊന്നും അറിയില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നിധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് സുധീഷ്, ബീച്ചിലൊന്ന് പോയി നോക്കാവോ? ബീച്ചിലോ? അതെന്തിനാ? പോയി നോക്ക്, ചിലപ്പോൾ അവിടെ എങ്ങാനും ഉണ്ടെങ്കിലോ എന്നിങ്ങനെ നമ്മുടെ നിധി പറഞ്ഞു. ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് സുധീഷ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. പക്ഷേ നിധി പറഞ്ഞത് സത്യമാവോ എന്നെ ചെയ്തു കേട്ടോ. സുധീഷ് ബീച്ചിൽ ചെന്നപ്പോൾ അവിടെ അങ്ങനെ ഒരു മൂലയ്ക്ക് അങ്ങനെ സങ്കടപ്പെട്ട് നിറകണ്ണുകളോട് വിഷമിച്ച് ചങ്ക് പൊട്ടിയിരിക്കുന്ന നികേഷിനെ കാണുകയാണ് കേട്ടോ. നികേഷിനെ കണ്ടപാടെ സുഭാഷിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. സുഭാഷ് ആ വണ്ടി തന്നെ ഇരുന്ന് അങ്ങ് ഏങ്ങിക്കരയാണ് കേട്ടോ. സുധീഷാണെങ്കിൽ ഓടി ചെല്ലുകയാണ് നികേഷിനെ കണ്ടപാടെ. എടാ നീ എന്താണ് ഇവിടെ എന്താ ചെയ്യണത്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചു കേട്ടോ. എന്നിട്ട് നികേഷ് ഒന്ന് വാരാം എന്നുള്ള, അതായത് വലിയ സീരിയസ് കൊടുക്കാത്ത രീതിയിൽ ചോദിച്ചു, എവിടെ നിൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് കറങ്ങാൻ വന്നേണോ? സുധീഷായിട്ട് എന്തൊക്കെയായി പറയണേ? അല്ല, എന്നെ കണ്ടപ്പോൾ എങ്ങനെ മാറിയിരുന്നേണോ നിൻ്റെ ഗേൾഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് അധികം സീരിയസ് ആവാണ്ട് തന്നെ ആ പ്രശ്നം ഒന്ന് ഇതാക്കാൻ വേണ്ടി സുധീഷ് ഒന്ന് നമ്പർ ഇട്ടൊക്കെ നോക്കിയതാണ്. സുധീഷ് ഒന്നും മിണ്ടാതിരിക്കാവോ, ഞാനൊരിച്ചിരി സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നതാണ്, അതിന് നിനക്ക് എന്ത് സമാധാനക്കേടാടാ എന്നിങ്ങനെ ചോദിച്ചിട്ട് സുധീഷിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് നികേഷ് കേട്ടോ. അപ്പോൾ സുധീഷ് പറഞ്ഞു, നീ എന്ത് പണിയാ നികേഷെ കാണിച്ചത്? നിന്നെ തിരക്കി ഞങ്ങളൊക്കെ എന്തോരം കിടന്ന് നോക്കി വിഷമിച്ചു എന്നറിയാവോ? നീ ആരോടും പറയാണ്ട് എങ്ങോട്ടാ പോയത്? നീ സുഭാഷ് ഏട്ടനെ നോക്കി, ആ മുഖത്തോട്ടൊന്ന് നോക്കി, ആ മനുഷ്യൻ ഇരിക്കുന്ന ഇരിപ്പൊന്ന് നോക്കി, നിന്നെ കാണാഞ്ഞിട്ട് ഞങ്ങൾക്ക് എത്രയേറെ മനസ്സ് വിഷമിച്ച് ടെൻഷൻ അടിച്ചു എന്നറിയാവോ? എന്നിട്ട് നിധിയെ വിളിച്ച് പറയണം, നമുക്ക് നമ്മുടെ നികേഷിനെ കിട്ടിയെന്ന്. അങ്ങനെ ഹരീഷിനെ വിളിച്ച് പറയുന്നുണ്ട്. കാരണം ഹരീഷും ആ രാത്രിയിൽ അവിടെയൊക്കെ ഓടി നടന്ന് തിരക്കാണ് ബൈക്കിൽ. അങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി. ഭാസ്കരനും അറിഞ്ഞു നികേഷിനെ കണ്ടു കിട്ടിയെന്നുള്ളത്. ഒടുവിൽ സുധീഷ് നികേഷിനെ സമാധാനിപ്പിക്കുന്നത്, എടാ നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ ഇപ്പം അമ്മ വേറെ ആണെങ്കിലും നമ്മുടെ ഒക്കെ അച്ഛൻ ഒരാളല്ലേ, നീ ഞങ്ങളുടെ സ്വന്തം അനിയൻ തന്നെ. നീ ഏത് അമ്മയാണെങ്കിലും നീ ഞങ്ങളുടെ പൊന്നനിയൻ തന്നെയാണ്, അതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല. നിനക്ക് എന്തെങ്കിലും കുറവ് ഞങ്ങൾ ഇന്ന് വരുത്തിയിട്ടുണ്ടോ? ഞങ്ങളുടെ മൂന്നുപേരെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടെങ്കിലും വരുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ കേട്ടപ്പോൾ നികേഷിന് ഭയങ്കര സങ്കടമാണ്. സോറി സുധീഷ് ഏട്ടാ, സോറി എന്നൊക്കെ പറയും. നീ എന്നോടല്ല സോറി പറയേണ്ടത്, ഇരിക്കുന്ന സുഭാഷ് ഏട്ടൻ അത്രയേറെ വിഷമിച്ചു എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് ഓടി വന്ന് നികേഷിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് അങ്ങ് കരയാണ് കേട്ടോ. രണ്ടുപേരും അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കരയാണ്.
അങ്ങനെ നികേഷിൻ്റെ മനസ്സിന് ഒരുപാട് ഒരു ഇതൊക്കെ കൊടുക്കുകയാണ് അവർ. കാര്യം നീ വിഷമിക്കരുത്, കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇതുകൊണ്ട് ഇവിടം കൊണ്ട് ഈ ഒരു പ്രശ്നം തീരെയാണ്. ഇനി മേലാൽ നിൻ്റെ അമ്മ ഏതാ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ തപ്പി നടക്കല അതൊന്നും ഇനിയില്ല. പറഞ്ഞല്ലോ നികേഷ്, നിനക്ക് 3 ചേട്ടന്മാരുണ്ട്, അച്ഛനുണ്ട്, ഒരു ഏട്ടത്തിയുണ്ട്, അത് മതി. ഇനി നീ കൂടുതൽ ചെകഞ്ഞൊന്നും മുന്നോട്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് നികേഷിനെയും കൂട്ടി കാറ് കയറ്റി ഇങ്ങ് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. വീട്ടിൽ വന്നപ്പോഴാണ് ഭയങ്കര പാട്ടും ബഹളമൊക്കെ. ആരാ? നമ്മുടെ ഭാസ്കരൻ നമ്മുടെ നികേഷിനെ കിട്ടിയ സന്തോഷത്തിന്. കാര്യം മനസ്സിൽ അത്രയേറെ വിഷമം വന്നിട്ട് പിന്നെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം വന്നപ്പോൾ പാട്ടൊക്കെ വെച്ചതാണ് കേട്ടോ. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഹരീഷും വീട്ടിലെത്തി. ഹരീഷിനാണെങ്കിൽ ദേഷ്യം വന്നു. എടോ മനുഷ്യൻ, നിങ്ങളൊരു അച്ഛനാണോ? ഒരു മോനെ കാണാനില്ലാഞ്ഞറിഞ്ഞിട്ട് കൂടി അങ്ങേർക്ക് ഒരു കൂസലുമില്ല, അങ്ങനെ പാട്ടും വെച്ച് ആസ്വദിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭാസ്കരൻ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. എന്നിട്ട് നികേഷ് നികേഷ് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടെ അകത്ത് കയറ്റിക്കൊണ്ട് പോവാണ്. പോയ സമയത്ത് ഹരീഷ് ചോദിച്ചു, എന്താ ഇങ്ങനെ പോകുന്നത്? അവിടെ തന്നെ അങ്ങ് ഇരിക്കാൻ പാടില്ലായിരുന്നോ ബാക്കിയുള്ളവനെ കൂടെ പ്രാന്ത് പിടിപ്പിക്കാൻ? എന്നുവെച്ചാൽ ഒന്ന് ദേഷ്യപ്പെടും കണക്കൊക്കെ ഹരീഷ് ഒന്ന് ചൂടായതാണ് നികേഷിൻ്റെ അടുത്ത്. നികേഷ് ഒന്നും മിണ്ടിയില്ല. ഇന്ന് കൊണ്ട് ഈ പ്രശ്നം ഇവിടെ തീർന്നേക്കണം. നിനക്ക് നല്ല 3 ഏട്ടന്മാരില്ലേടാ, പിന്നെ എന്താടാ നിനക്ക് ഈ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടെ നികേഷിനെ പറഞ്ഞ് മനസ്സിനൊക്കെ നല്ല ധൈര്യമൊക്കെ കൊടുക്കുകയാണ്. അതേസമയം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ നിധി നികേഷിനെയും കൊണ്ട് അമ്പലത്തിലൊക്കെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നികേഷിന് കുറേ ഉപദേശമൊക്കെ കൊടുക്കുകയാണ്. നിനക്കറിയാലോ, നിനക്ക് ഇത്രയും നല്ല 3 ഏട്ടന്മാരെ കിട്ടിയതിന് ഭാഗ്യമല്ലേ. നിങ്ങളെല്ലാം ഒരമ്മ മക്കളായിട്ട് എന്നെ കഴിയണം. സുഭാഷ് ഏട്ടനാണെങ്കിൽ നീ ഇല്ല, ഒരു ദിവസം പോലും നീ ഇല്ലാണ്ട് ആ മനുഷ്യൻ ജീവിച്ചിരിക്കില്ല. അങ്ങനെയൊക്കെ സുഭാഷിന് അങ്ങനെയാണ്, ആ ഒരു രീതിയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറന്നു കേട്ടോ. പിറ്റേന്ന് രാവിലെ കേസ് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ നികേഷിനെ കാണാണ്ടായ അന്ന് രാത്രി തന്നെ സുഭാഷിനൊരു പേടി കേട്ടോ. നികേഷ് ഇനി എവിടെയെങ്കിലും ഇറങ്ങി പോകും എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് കിടക്കുന്ന സമയത്ത് നികേഷ് നന്നായിട്ട് ഉറങ്ങിയ ശേഷം സുഭാഷ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു തോർത്ത് കൊണ്ട് സുഭാഷിൻ്റെ നികേഷിൻ്റെ കാല് ഒരുമിച്ച് കെട്ടുകയാണ് കേട്ടോ. ഇത് നിധി കാണുന്നുണ്ട്. കാരണം വെച്ചാൽ സുഭാഷിന് അത്രയേറെ ടെൻഷൻ, ഇവൻ ഇറങ്ങി പോകുമോ ഇനിയും എന്നൊരു പേടി. പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നികേഷ് ഉണർന്നു. അപ്പോൾ നികേഷ് പറഞ്ഞു, എൻ്റെ പൊന്നു സുഭാഷ് ഏട്ടൻ, ഞാൻ പോവില്ല, ഇനി ഞാൻ സത്യമായിട്ട് ഞാൻ പോവില്ല, സുഭാഷ് ഏട്ടൻ പേടിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നാലും എനിക്കൊരു സമാധാനം ഇല്ല എന്നൊക്കെ ഇങ്ങനെ സുഭാഷ് പറഞ്ഞായിരുന്നേ. എന്നിട്ടാണ് പിന്നെ പിറ്റേ ദിവസം നമ്മുടെ നിധി നികേഷിനെയും കൂട്ടി അമ്പലത്തിൽ പോകുന്നതും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഞാൻ വന്നത് മുതലാണ് നിന്നെ ഞാൻ കണ്ടു തുടങ്ങിയത്. നീ മറ്റുള്ളവരെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നും മറ്റുള്ളവർ നിന്നെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നതെന്നും എനിക്കറിയാം. നിനക്ക് എന്ത് ഭാഗ്യമാണ് നികേഷ്, ഇത്രയും നല്ല 3 ഏട്ടന്മാരെ കിട്ടിയത് തന്നെ. അവർ നിന്നെ താഴെ നിലത്ത് വെക്കാണ്ടല്ലേ നിന്നെ കൊണ്ടു നടക്കുന്നത്. അത് എന്നൊരു ഭാഗ്യമല്ലേ. പിന്നെ ഞാനാണെങ്കിലും ഇവിടെ വന്നേ പിന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും കൂട്ടുകൂടിയിട്ടുള്ളത് നീയാ. അപ്പോൾ നിന്നെ കാണാണ്ടായ എനിക്കും വിഷമാവൂലേ. നീ ഇനി മേലെ ഇതുപോലെയൊന്നും ഞങ്ങളെ ഒന്ന് വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറയാണ്. അപ്പോൾ നികേഷ് പറയും, സോറി ഏട്ടത്തി, എന്നോട് ക്ഷമിക്കുക, സാരമില്ല, ഇനി ഇങ്ങനെയൊന്നും ചിന്തിച്ച് കൂട്ടരുത് എന്നൊക്കെ പറയും. അങ്ങനെ അവർ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പം നമ്മുടെ സുധീഷ് നിധീനെയും കാത്തു നിൽക്കുകയാണ്. അതെ, വേഗം റെഡി ആയിക്കോ. എങ്ങോട്ടാ? അതെ, നമുക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടാന്ന് പറ. അപ്പോഴാണ് സുധീഷ് പറയുന്നത്, അതെ, ഇന്ന് തൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും, എന്നെ ഇപ്പോൾ മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെയോ? അപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമാവാണ്. നിധിക്ക് ഇനിയിപ്പോൾ ഒരു ജോലി ഒക്കെ ആവുമല്ലോ, ആ ഒരു സന്തോഷത്തിലായിരുന്നു നിധി. അങ്ങനെ നിധി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ സുധീഷിൻ്റെ കൂടെ പോവാണ്. അപ്പോൾ ഇതേ സമയം നികേഷ് അന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ സുഭാഷ് എന്ത് ചെയ്തു, നികേഷിനെ ഒറ്റയ്ക്ക് ഇരുത്താൻ മനസ്സ് അത്ര അനുവദിച്ചില്ല. സുഭാഷ് അന്ന് പണിക്ക് പോകണില്ല എന്ന് വെച്ചു. അപ്പം നികേഷ് പറഞ്ഞു, സുഭാഷിയുടെ പൊക്കോ, ഞാൻ എങ്ങോട്ടും പോവില്ല, ഒരു പ്രശ്നവുമില്ല. ഏയ് വേണ്ട, ഇന്ന് ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ നിൻ്റെ കൂടെ ഇന്നിവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ സമയം നമ്മുടെ നിധിയും സുധീഷും കൂടെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോവാണ് കേട്ടോ. അവിടെ ചെന്നു, ആ മേഡം വന്ന് ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നിധിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. എന്താവും ഏതാവും, സർട്ടിഫിക്കറ്റ് കിട്ടുമോ, പ്രാർത്ഥിച്ച് പാവട്ടോ നിധി ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ സുധീഷാണെങ്കിൽ അവിടെ ചെന്നിട്ട് ആ മേഡമൊക്കെ ആയിട്ട് കിടന്ന് അങ്ങോട്ട് ഭയങ്കര സംസാരമാണ്. അപ്പോൾ നിധി മനസ്സ് വിചാരിക്കും, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എന്തൊക്കെ കണ്ട് സഹിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്. അതേസമയം മേഡം വീണ്ടും വന്നിട്ട് ഒരു രജിസ്റ്ററിൽ ഒപ്പിടാൻ പറയും. അങ്ങനെ നിധി ഒപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നിധി
ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് നഷ്ടപ്പെട്ടു പോയ ആ സർട്ടിഫിക്കറ്റ് അതാ നിധിയുടെ കൈകളിലെത്തേണ്. നിധിക്ക് വിശ്വസിക്കാനാവുന്നില്ല, അത്രമാത്രം സന്തോഷമായി. തൻ്റെ ഇത്രയും വർഷത്തെ പ്രയത്നമാണ് ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതാണ് തനിക്ക് നഷ്ടപ്പെട്ടത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് താൻ അത്രയേറെ കഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അത് കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നിധിക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ നിധി സന്തോഷത്തോടു കൂടി അവർ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയ സമയം സുധീഷിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല സുധീഷ് എന്ന് പറയും. അതെ, ഓക്കെ ആയിക്കോട്ടെ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ കൈ ഇങ്ങി തരാൻ പറയും നിധി. അപ്പോൾ സുധീഷ് അന്തം വിട്ട് കൈ കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, അതെ താങ്ക് യു സോ മച്ച്. അങ്ങനെ ശരിക്കും പറയും. നമ്മുടെ സുധീഷിനാണെങ്കിൽ സ്വർഗം കിട്ടിയ ഒരു പ്രതീതിയാണ് അല്ലേ. നിധി കൈയൊക്കെ പിടിച്ച് ഷേക്കൻ്റെ ഒക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിങ്സാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമേ. അതെ, ഇത് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബീച്ചിൽ പോയാലൊന്ന് നിധി പറയാം. സുധീഷിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഇത് നിധി തന്നെയാണോ പറയണേ, കാര്യം ഇത്രയേറെ സന്തോഷമോ. അങ്ങനെ ബീച്ചിലൊക്കെ പോയിരുന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ നിധി പറയും, അതെ നമുക്കൊരു ട്രിപ്പ് പോയാലോ. സുധീഷ് അന്തം വിടുകയാണ്. വീണ്ടും ഓരോ വാക്കുകളും ഷോക്കാവണ വാക്കുകളാണ് നിധിയുടെ വായിന്ന് പറഞ്ഞത്. അപ്പോൾ പറയാം, അതിനെന്താ, അതെ നമ്മുടെ നികേഷിനെയും സുഭാഷിനെയും ഒക്കെ കൂട്ടിയിട്ടേ പോകാം, കാരണം നികേഷിനൊരു ചേഞ്ച് ആയിക്കോട്ടെ. ഞാൻ വരുന്നില്ല, നിങ്ങളാണെങ്കിൽ 2 ദിവസത്തേക്കാണെങ്കിൽ നിങ്ങളൊന്ന് പോയിട്ട് വാന്നൊക്കെ പറയും. അപ്പം നമ്മുടെ സുധീഷ് പറയും, നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയ സന്തോഷത്തോടെ വീട്ടിൽ വരികയാണ്. സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യമൊക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് എല്ലാവർക്കും സന്തോഷമൊക്കെ ആവുകയാണ്. അതേ സമയത്താണ് നമ്മുടെ സുധീഷ് നിധി പറഞ്ഞ കാര്യം, അതായത് ഇങ്ങനെ ഒരു ട്രിപ്പ് എല്ലാവർക്കും ഒരു ചേഞ്ച് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് നികേഷിന്. അപ്പോൾ സുഭാഷ് പറഞ്ഞു, അത് വേണോടാ. അപ്പോൾ പറഞ്ഞു, വേണം സുഭാഷ് ചേട്ടാ, നമുക്കൊന്ന് പോയിട്ട് വരാം, അവൻ്റെ മനസ്സും ഒന്ന് മാറി മറിയട്ടെ. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, അത് ശരിയാണ്, അവനൊരു ചേഞ്ച് ആയിക്കോട്ടെ. അപ്പോൾ പൈസ ഫണ്ടൊക്കെ ഞാൻ റെഡിയാക്കാമെന്നിങ്ങനെ സുഭാഷ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറഞ്ഞു, കുറച്ച് കാശ് ഞാനും റെഡിയാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ സുധീഷ് റെഡി ആയിക്കോളും. അങ്ങനെ അവർ എവിടെയാണ് പോകേണ്ടതെന്നൊക്കെയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതിൽ നിധി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷും അവരൊക്കെ പറഞ്ഞു, അത് പറ്റില്ല, നിധി ഏട്ടത്തി ഇവിടെ ഏട്ടത്തിൻ്റെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് ഹരീഷും പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നമ്മുടെ സുധീഷാണെങ്കിൽ നിധിയും കൂടെ ട്രിപ്പിനുണ്ടാവും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഒടുവിൽ നിധിക്ക് സമ്മതിക്കേണ്ടി വന്നു കേട്ടോ. ഇതേ സമയം നിധിയുടെ അമ്മ രാജീവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങൾ ബിസിനസ് ആവശ്യമായിട്ടും പറഞ്ഞ് എന്നും ഓരോ സ്ഥലത്ത് പോകാൻ പറയും, എനിക്ക് ഈ വീട്ടിലിരുന്നിട്ട് പ്രാന്ത് പിടിക്കുന്നുണ്ട്. നിധി പോയേ പിന്നെ മനസ്സിൻ്റെ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല, എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാജീവ് ആദ്യം ഇങ്ങനെ നോക്കിയെങ്കിലും പിന്നീട് പറഞ്ഞു പോകാമെന്ന് പറയണേ. അങ്ങനെ അവരും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തേണ്. അങ്ങനെ നമ്മുടെ നിധിയും നമ്മുടെ സുഭാഷും സുധീഷൊക്കെ ചേർന്ന് അങ്ങനെ ടൂറ് പോകാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറായി. അങ്ങനെ അവർ കൊടൈക്കനാലാണ് ട്രിപ്പ് പോകുന്നത്. അങ്ങനെ അവരൊരു റിസോർട്ടിലെത്താണ്. അവിടെ ഒരു റൂമൊക്കെ എടുക്കുകയാണ്. അപ്പം നിധിക്ക് എല്ലാവരും ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യണം. അപ്പം നിധിക്ക് ആധാറില്ല. പക്ഷേ ആരെയും കണ്ണിൽ പെടാണ്ട് നമ്മുടെ സുധീഷ് നിധിയുടെ ആധാറൊക്കെ അവിടെ കാണിച്ച് എല്ലാം റെഡിയാക്കി സെറ്റാക്കി റൂമൊക്കെ എടുത്തു കഴിഞ്ഞു. ഇതേ സമയം അതേ ഹോട്ടലിൽ തന്നെയാണ് നമ്മുടെ നിധിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുന്നത്. ഇതവരറിയുന്നില്ല കേട്ടോ. പക്ഷേ ഇവരെപ്പോഴൊക്കെയോ പുറത്തിറങ്ങുന്ന സമയത്ത് നിധിയുടെ കണ്ണിൽ കാണുകയാണ് രാജീവിനെയൊക്കെ. നിധി ഓടി ചെല്ലുകയാണ് അച്ഛൻ്റെ അടുത്ത് മിണ്ടാനായിട്ട്. പക്ഷേ രാജീവ് വലിയ മൈൻഡൊന്നും കൊടുത്തൊന്നുമില്ല. പക്ഷേ എങ്കിലും നിധിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ എന്തായാലും ആ 2 ദിവസം കൊടൈക്കനാലിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് അവർ നല്ല സൂപ്പറാക്കി. അങ്ങനെ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കേട്ടോ എല്ലാവർക്കും, നികേഷിനും സുഭാഷിനും ഹരീഷിനും അതുപോലെ നമ്മുടെ സുധീഷിനും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അരുണും സുധീഷുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നിധി ആ സമയത്തൊന്ന് ആലോചിച്ചു. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് കുറച്ച് പണം ഉണ്ട് എന്നുള്ളത്, പക്ഷേ ഒരാൾക്കും ഒരു സ്നേഹം അല്ലെങ്കിൽ മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സൊന്നുമില്ല. പക്ഷേ ഇവിടെ നേരെ സുധീഷിൻ്റെ വീട്ടിലാണെങ്കിൽ തിരിച്ച് കുറച്ച് പണം കുറവുണ്ടെങ്കിലും അവർ ഓരോരുത്തരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സ് അറിഞ്ഞ് മനസ്സിലാക്കിയാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു വ്യത്യാസം നിധിക്ക് ശരിക്കും ഫീൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിലെ ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന പുതിയ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് കേട്ട് കാണും എന്നറിയാം. ലൈക്ക് അടിക്കാൻ മറന്നുപോകല്ലേ. അതോടൊപ്പം നമ്മുടെ ചാനലിൽ സബ് ചെയ്തും കൂടെ വിട്ടേക്കണേ. അപ്പോൾ അടുത്ത വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ആവുന്നു. ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.